മധുവൂത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് ബസ്മതി അരി, ചിക്കൻ, 1.5 കിലോ ബസ്മതി അരിയും 2-3 കിലോളം ചിക്കനുണ്ട്, ഒരു 3/4 കിലോ സവാള, 1/2 കിലോ തക്കാളി, ഒരു ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്, ഒരു 100-150 ഗ്രാം പച്ചമുളക്. തക്കാളിയും സവാളയും പച്ചമുളകും നമുക്കൊന്ന് നുറുക്കിയിടാം. തക്കാളിയെല്ലാം അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇട്ടോളൂ. ഒരു ക്യാപ്സിക്കം, പച്ചമുളക് എപ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കഷ്ണമൊക്കെ ഇടാം. സ്വല്പം ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചതും. നമുക്ക് ഫസ്റ്റ് തന്നെ എല്ലാം വെട്ടി വെച്ചെല്ലാം അതിലിട്ടു. 2 മാഗി ക്യൂബും കൂടി അതിലിടാം. ചിക്കൻ്റെയാണ്. അതിൻ്റെ ശേഷം കൈ ക്ലീനാക്കിയ ചിക്കനും കൂടി അതിലിട്ട് ഇനി മസാല പൊടികൾ ചേർക്കാം. മസാലപ്പൊടി ഇതിന് വേറെ സ്പെഷ്യൽ മസാലപ്പൊടികളെല്ലാം ചേർക്കുന്ന ആളുണ്ട്. ഇപ്പം നമ്മൾ കയ്യിലുള്ള മസാലപ്പൊടി ഇട്ട് നമ്മൾ ഇതിനെ ക്ലിയറാക്കിയാണ്. അതിൽ 2 സ്പൂണ് 3 സ്പൂണോളം മല്ലിപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് പട്ട, ഗ്രാമ്പ്, ഏലക്കായ ഞാൻ ഇട്ടില്ല, എൻ്റെ കയ്യിലായിരുന്നു. അതിന് ശേഷം നമുക്കതെല്ലാം കൂടി കുക്കറിലേക്ക് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒറ്റൊരു പിസലടിച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ ഏകദേശം 2-2.5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച ബസ്മതി അരി നമുക്കതിലേക്ക് ഇട്ട് ഒന്ന് മിക്സാക്കിയിട്ട് വെക്കാം. ഇതെന്ന് വെച്ചാൽ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ ശരിക്കും ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ 1 കപ്പ് വെള്ളമാണ് കിട്ടും. അപ്പോൾ 1 കിലോ കപ്പ് അരിക്ക് 1 പാട്ട വെള്ളം മതി. ഓക്കെ, എല്ലാം കൂടി മിക്സാക്കി 2 പീസിൽ നമ്മുടെ സാധനം റെഡിയായി. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല മസ്ത് ടേസ്റ്റാണ്, സിമ്പിളാണ്. ഇതിൽ നമ്മൾ അധികം ഓയിലും കാര്യമൊന്നുമില്ല. കുറച്ച് നമ്മൾ ഒരു 2-3 സ്പൂണ് സൺഫ്ലവർ ഓയിൽ മാത്രം ചേർത്തിന്. അത് എനിക്ക് ഫസ്റ്റ് അതിൽ ചേർക്കുമ്പോൾ വിട്ടുപോയി പറയാൻ. നമ്മൾ ട്രൈ ചെയ്യാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യ്. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസ് ആയിക്കോട്ടെ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ വീണ്ടും കാണാം.